വ്യാജ ബിരുദമെന്ന വിഷയം ഇന്നും പ്രധാനമന്ത്രി മോദിയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2014 പ്രധാനമന്ത്രി പദവിയിൽ എത്തിയതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചർച്ചയായത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ പോലും രാജ്യത്ത് ആരും കണ്ടിട്ടില്ല. കയ്യിലുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള യോഗ്യത കാണിച്ചാൽ പോരെയെന്നാണ് BJPക്കാർ ചോദിക്കുന്നത്. യോഗ്യതയായി ഡിഗ്രി കാണിക്കുകയും ചെയ്തു. ഇനി തെളിവായി എന്ത് കാണിക്കുമെന്നാണ് BJPക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്. ഇതിൽ നിന്ന് പലവട്ടം മോദി ഒളിച്ചോടിക്കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് കേസ് ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്തുവിടേണ്ട എന്നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സത്യത്തിൽ മോദിക്ക് തിരിച്ചടി സമ്മാനിക്കുന്ന ഘടകമാണ്. ഹൈക്കോടതി വിധിക്കെതിരെ എന്തായാലും സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്ന് ഉറപ്പാണ്. സുപ്രീം കോടതി സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നും പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കണമെന്നും കോടതി പറഞ്ഞാൽ അത് മോദിക്ക് വലിയ തിരിച്ചടിയായിരിക്കും. ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് സർട്ടിഫിക്കറ്റിലൂടെ പുറത്തുവരും. ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പ്രധാനമന്ത്രി കുപ്പായം അഴിച്ചുവെക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. 1978 എല്ലാ ബിരുദ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇതിനെതിരെ ഡൽഹി സർവകലാശാലയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്നും അപരിചിതരായ ആളുകളെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കഴിയില്ലെന്നും സർവകലാശാല വാദിച്ചു. ഇതംഗീകരിച്ചാണ് ജസ്റ്റിസ് സച്ചിൻ ദത്ത അധ്യക്ഷനായ ബെഞ്ച് മോദിയുടെ ബിരുദ വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് വിധിച്ചത്. 78 BA പാസ്സായി എന്നാണ് പ്രധാനമന്ത്രിയും ദില്ലി സർവകലാശാലയും അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് വിവരാവകാശ കമ്മീഷൻ ഹർജി നൽകിയത്. പരിശോധിച്ച് വിവരങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ ഉത്തരവിട്ടു. ഏതായാലും ഹൈക്കോടതി ഉത്തരവോടെ മോദിയുടെ ബിരുദമെന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുമെന്ന് ഉറപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് വിഷയം രാജ്യത്ത് ഇന്നും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമല്ല. എന്നിട്ടും മോദി എന്തിനാണ് തന്റെ വ്യാജബിരുദ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നത്. എന്നാൽ വ്യാജബിരുദം നിർമ്മിക്കുന്നതും കൈവശം വയ്ക്കുന്നതും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ മോദിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് അമിത്ഷാ അടക്കമുള്ളവർ ചില കടലാസുകൾ പല വേദിയിലും ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തടവും പിഴയും ഇത്തരം കുറ്റവാളികൾ അർഹിക്കുന്നു. പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും ശിക്ഷാർഹരാണ് എന്ന് പറയേണ്ടി വരും. അധികാരത്തിന്റെയും ഭരണ സ്വാധീനത്തിന്റെയും ബലത്തിൽ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിഞ്ഞേക്കാം. ഏതായാലും സുപ്രീം കോടതിയിൽ വലിയ വെല്ലുവിളിയാണ് മോദി നേരിടാൻ പോകുന്നത്. എല്ലാ ബിരുദ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടായാൽ മോദിക്ക് രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.